ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പഴയ സ്റ്റൈൽ ഓഫ് ഇൻട്രോ വന്നതിൽ ഒരുപാട് സന്തോഷമല്ലേ മിസ്റ്റർ പ്രകാശ്? അതെ ഗായ്സ്, ഇപ്പോൾ നമ്മളുള്ള നമ്മുടെ സ്വന്തം ബാറിലാണ്. സ്വന്തം ബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മറ്റെവിടെയല്ല, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എവിടെയാണെന്ന് ചോദിക്കും അല്ലേ ഡ്രാഗൺ ജി? അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ബാറാണ് ഈ ബാറ്. അപ്പോൾ എന്നിരുന്നാലും നമുക്കിനി അങ്ങോട്ട് പോകാം. Stay tuned and enjoy the video guys. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിവിടെ വരുന്നത്. അതെ, അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ഗായ്സ്. രംഗൻജി എല്ലാം പൊളിക്കുവാണ്. ഇനി ബാറും പൊളിച്ച് കളയോ? ബാറിന്റെ മുകളിലോട്ട് കയറ്റിയല്ലേ? ഇതിലേക്കൊരു എൻട്രി നമ്മൾ ആദ്യമായിട്ടാണ് പ്രങ്ങച്ചി. അതെ ഗായ്സ്, ആ രാജകൊട്ടാരം പോലുള്ള സെയിം ബാർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ബാറിന്റെ പ്രീമിയം ലൗഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. വിച്ച് മീൻസ് ദ കുപ്പി പ്രീമിയം ബാർ. നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ കം ഇൻ പ്ലീസ്. ഗസ്റ്റ് ആരുമില്ല, നമ്മൾ തന്നെയാണ് ഗസ്റ്റും, നമ്മൾ തന്നെയാണ് ആങ്കറും, നമ്മൾ തന്നെയാണ് ഹോസ്റ്റും. സോ ദാറ്റ് മേക്സ് സെൻസ് ആക്ച്വലി. അപ്പോൾ ഒരുപാട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ഒരുപാട് സന്തോഷം. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ആക്ച്വലി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഗൈസ്. കാരണം മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു ഫ്രീസർ എംപ്റ്റി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ അതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ബിയേഴ്സ് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫോസ്റ്റേഴ്സ് ആണ്, വലിയ കാര്യം ഗുണമില്ലാത്ത ബിയർ. പിന്നെ കിങ് ഫിഷറിന്റെ സ്റ്റോം ഉണ്ട്, ഹെവി ബിയർ ആണ്. പിന്നെ ഹെനിക്കിന്റെ എപ്പോഴത്തെയും പോലെ തന്നെ. പിന്നെ ബ്രോക്കോഡ് ഇരിപ്പുണ്ട്. പിന്നെ അമിന്റെ അപ്പുറത്തിരിക്കുന്ന എല്ലാം വൈനൊക്കെയാണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കിങ് ഫിഷർ സ്ട്രോങ് ഇരിപ്പുണ്ട്, കിങ് ഫിഷർ അൾട്രാ മാക്സും ഇരിപ്പുണ്ട്. ഇത്രയൊക്കെയാണ് ഇവരുടെ ബിയർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഡ്രങ്കൻ ഇതൊക്കെ കണ്ടിട്ട് എന്തോ തോന്നുന്നുണ്ട് കേട്ടോ, ചിരിയൊക്കെ വരുന്നേ. ഈ ഫ്രീസർ അടിച്ചോണ്ട് പോകാൻ തോന്നുന്നുണ്ടാ? ഡ്രങ്കൻ മദ്യമായിട്ട് സെൽഫി ഒക്കെ എടുക്കുന്നേ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ സെഗ്മെന്റ് ഓഫ് മദ്യപാനി. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ക്രിയേറ്റീവ് വീഡിയോ എന്ന് ഞാൻ പറയത്തില്ല, ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പല സംശയങ്ങളും നമ്മൾ തീർത്ത് കൊടുക്കാറുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം, നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ ബിയറിന്റെ പത കഴിക്കണോ വേണ്ടയോ? പലരിലും ഉണ്ടാകുന്ന സംശയമാണ്. ചിലർ പതപ്പിക്കാതെ നമ്മൾ ബാറിലായാലും എവിടെയായാലും ഗ്ലാസ് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് മാക്സിമം പത ഇല്ലാത്ത രീതിയിൽ കഴിക്കുന്നതെല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈവൻ ഞങ്ങളും അങ്ങനെ തന്നെ കഴിക്കുന്നത്. 99% ആൾക്കാർ അങ്ങനെയാണ് കഴിക്കുന്നത്. അത് അങ്ങനെ പതപ്പിച്ച് കുടിക്കണോ? അത് ഒരുപക്ഷെ 99% ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അതാണ് സത്യം. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് മദ്യപാനി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള ബൊണാൻസ ബാറിലാണ്. നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ബാറാണ്. നമുക്ക് ഒരുപാട് സർവീസ് തരുന്ന ബാറാണ്. നമുക്ക് മാത്രമല്ല, കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സർവീസ് കൊടുക്കുന്ന ഒരു ബാറാണ് ബൊണാൻസ ബാർ, ആലപ്പുഴ പറവൂരുള്ള. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഈ ബാർ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നതും നമുക്ക് സെർവ് ചെയ്യാൻ പോകുന്നതും മറ്റാരുമല്ല, ബൊണാൻസ ബാറിലെ ബാർ ക്യാപ്റ്റനായ മിസ്റ്റർ കിഷോറാണ്. അപ്പോൾ പുള്ളി നമ്മൾ ഒരുപാട് ഈ ബാറിൽ വന്ന കാലം മുതൽ നമുക്ക് ഒരുപാട് അസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇന്ന് മറ്റാരല്ല, നമ്മൾ മദ്യപാനിയെ ഡ്രങ്കൻ ചെയ്യുന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നപ്പോൾ നമ്മളോടുള്ള ആ സൗഹൃദത്തിന്റെ പേരിൽ പുള്ളി തന്നെ നമ്മളെ സെർവ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി പുള്ളിയുടെ ഡ്യൂട്ടി അല്ല ആക്ച്വലി ഈ സംഭവം. പക്ഷെ എന്നിട്ടും നമുക്ക് വേണ്ടിയിട്ടും പുള്ളിയുടെ ആ ജോലിയോടുള്ള സിൻസിയാരിറ്റി കൊണ്ടും പുള്ളി തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്, മറ്റാരെയും വിടാതെ. അതിനൊരുപാട് താങ്ക് യു മാൻ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇതാണ്, ബിയർ പതയുന്നതിന്റെ എന്താണ് അതിന്റെ ഒരു സൈക്കോളജി അല്ല പറയുന്നത്, അതിന്റെ എന്താണ് അതിന്റെ റീസൺ ബിഹൈൻഡ് ദ ഫോം ഓഫ് ബിയർ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ബിയർ ഉണ്ട് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ തന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ മെനു കാർഡും എല്ലാം നോക്കി നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് എന്തുകൊണ്ടും നമുക്ക് നല്ല നമ്മുടെ വിന്റേജ് ബിയർ ആയ കിങ് ഫിഷർ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് 2 കിങ് ഫിഷർ സ്ട്രോങ്.
ചിൽഡാണല്ലോ അല്ലേ അത്യാവശ്യം. ഗായ്സ് എനിക്കൊരു സംശയം, എന്റെ സംശയം മറ്റൊന്നുമല്ല ഗായ്സ്, കാരണം പലർക്കും ഉള്ള സംശയം തന്നെയാണ്. ഈ ബിയർ കുപ്പിയിൽ കണ്ടില്ലേ, രണ്ടും രണ്ട് കളർ, ഒന്ന് ഡാർക്ക് കളർ ഒന്ന് ലൈറ്റ് കളർ, പിന്നെ ഒരു ഷെയ്ഡും കൊണ്ട് ഒരു ഗ്രീൻ കളറും കൊണ്ട് അല്ലേടോ? അതെന്താണോ ഡ്രങ്കജി അങ്ങനെ ഒരു കാര്യം? അത് നേരത്തെ പണ്ട് തൊട്ട് ആൾക്കാർ പറയും പച്ചക്കുപ്പിയിലെ ബിയർ മേടിച്ചടിക്കണോന്നൊക്കെ പറയാറുണ്ട്. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. ടേസ്റ്റ് വ്യത്യാസമില്ല, കണ്ടന്റ് വ്യത്യാസമില്ല, ഒന്നിനും വ്യത്യാസമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ പല പല കളേഴ്സിൽ ഇറക്കണം? അറിയില്ല. അതെന്ന് അറിയാം. നമുക്ക് വിവരാവകാശത്തേക്ക് മര്യാദ കൊടുത്താലോ? ചോദിച്ചാലും അറിയാം, അല്ല അവരോട് പുള്ളിക്കാരനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അതെ, നമ്മുടെ ബ്രോയോട് നമുക്ക് ചോദിച്ചു നോക്കാം. ബ്രോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ച്? അങ്ങനെ ഈ കളർ വ്യത്യാസമുള്ള? ഇല്ല, അങ്ങനെ ആരായിട്ട് ഇതിനെ പറ്റി സത്യം. പല ആൾക്കാരും പല കമ്പനീന്റെ പല ബോട്ടിൽ അതെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പച്ചക്കുപ്പി തന്നെ, എനിക്കും പച്ചക്കുപ്പിയാണ് ആസ്ഥാനമായിട്ടും പരമ്പരാഗതമായിട്ട് പച്ചക്കുപ്പിയാണ്. ബോട്ടിലൊരു കാര്യമുണ്ട്, അതിലിരിക്കുന്ന കണ്ടന്റ് അനുസരിച്ചിട്ട്. അതെ, അതാണ് കാര്യം. പല ലിക്കറിന്റെ ബോട്ടില് പല ഷേപ്പിലുള്ള ബോട്ടില്, പിന്നെ അപ്പൊ നമ്മ അത് നല്ല സാധനം ഒന്നും പറയാനും പറ്റത്തില്ല, അതെ മോശം സാധനം ഒന്നും പറയാനും പറ്റൂല. കഴിക്കുന്ന സാധനത്തിന്റെ കാര്യമാണ്, അത്രേ ഉള്ളൂ. പിന്നെ അല്ല അതെ വേണ്ട, അങ്ങനെ പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ, എവിടെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. അതെ, തനിക്ക് ഗ്ലാസ്സേ വേണ്ടല്ലോ. കാര്യം അപ്പൊ ബിയറിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യങ്ങളായിരിക്കും. ഭാഷയൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. പല രാജ്യങ്ങളിലും അതാണോ ആ ഒരു പല രാജ്യങ്ങളിലും ചേസ് പറയുന്നതിന്റെ ഒരു അതെ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മുടെ ക്യാപ്റ്റൻ തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ആക്ച്വലി. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ചിയേഴ്സ് ആണ് ഇതിന്റെ മെയിൻ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഹൗ ടു ടോസ് ചിയേഴ്സ്, അതായത് പല പല രാജ്യങ്ങളിലെ പല പല ഭാഷകളിൽ ചിയേഴ്സ് എന്ന് പറയുന്നതിന്റെ ചിയേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്. അവരവരുടെ ഭാഷകളിൽ ചിയേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലാംഗ്വേജസും ചിയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ഭാഷയാണെന്ന് ഇവിടെ എഴുതി വരെ വെച്ചിട്ടുണ്ട്. അതെ, ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഷയിലാണ്. അതെ, മനസ്സിലായോ ഗൈസ്? എങ്ങനെയാണെന്ന് വായിക്കേണ്ടതെന്ന് എന്നോട് ചോദിക്കരുത്. ഇത് ഫ്രഞ്ച് ആണ്, ഞാനിത് കൂടുതൽ പറയുന്നില്ല. കണ്ടല്ലോ, ചൈനീസ് ഉണ്ട്, ഹിബ്രു ഉണ്ട്, ഇറ്റാലിയൻ, പോർച്ചുഗീസ്, അങ്ങനെ ഒരുപാട് 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 ഭാഷകളിൽ ചിയേഴ്സ് എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിയറിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബാർ, ബിയറിന് മാത്രമല്ല മദ്യത്തിനെല്ലാം അതിൻ്റെതായ ലീനേജും കൊടുത്ത് എല്ലാ ഒരു റെസ്പെക്റ്റും കൊടുത്ത് നടത്തുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മറ്റൊരു ബാറിൽ നമ്മൾ ഇങ്ങനെ കണ്ടില്ല, എക്സെപ്റ്റ് ഫോർ വെലോസിറ്റി ബാർ ഇൻ കൊച്ചിൻ. അപ്പോൾ ദിസ് ഈസ് ദ മോമെന്റ് ഗൈസ്, ആൻഡ് ദിസ് ഈസ് ദ ട്രൂത്ത്. ദി ബാർ ഈസ് ഓപ്പൺ. നമ്മുടെ വിന്റേജ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പയും മുളകും. ഡ്രങ്കന്റെ മുഖത്ത് എന്തോ ഉണ്ടല്ലോ, രണ്ട് സൈസ് മുളകുണ്ട് അതിന്റെ. അതെ, രണ്ടിനും എരിവാണോ? അതെ. പിന്നെ താങ്കളുടെ കണ്ട് ഇതിനകത്താണെന്ന് എനിക്കറിയാം, അങ്ങയുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ്. ഫ്രൂട്ട് സാലഡ് അല്ലല്ലോ, കണ്ണിമത്തൻ. അപ്പോൾ ആർ യു റെഡി മിസ്റ്റർ ഡ്രങ്കൻജി? ഐ ആം റെഡി. വിളിക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിസ്സാരമാണ്. ബിയർ ഒഴിക്കുമ്പോൾ നമ്മൾ പതയ്ക്കുന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി പതയും. പ്രത്യേകിച്ച് ഈ പതയുടെ ആശാനാണ് ഡ്രങ്കൻ എന്ന് നിങ്ങൾക്ക് അറിയാം. വെറുതെ ഒഴിച്ചാലും എങ്ങനെ ഒഴിച്ചാലും അയാളുടെ ഗ്ലാസ്സിനകത്ത് ഒരു പത വരും. അതിന് താങ്കൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയം ഇപ്പം നിങ്ങൾക്ക് തോന്നാം ഒരു പക്ഷേ. കാരണം എന്താണ്, നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നമ്മുടെ ചാനൽ അശാസ്ത്രീയപരം എന്ന് ഞാൻ വേണേ പറയുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ബിയർ ഒഴിക്കാൻ പോണത്. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവൻ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. ഇതിനപ്പുറം ഒഴിച്ചാൽ നിറഞ്ഞ് തുളുമ്പിപ്പോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മതി. കാരണം ഇന്ന് ഈ ബിയർ കുടിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കുടിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, കുടിക്കാതെ എവിടെ പോകാനും പോകുന്നില്ല. ദ തിങ് ഈസ് ദാറ്റ്, എന്തിനാണ് ഞാനിപ്പോൾ ഇത്രയും പതപ്പിച്ചത്? അതാണ് എനിക്കും അറിയേണ്ടത്, നിങ്ങൾക്കും അറിയേണ്ടത്, ക്യാമറയ്ക്ക് പിന്നിലുള്ള ഡ്രങ്കനും അറിയേണ്ടത്. എന്തിനാണ് ഡ്രങ്കൻ ചെയ്യും? തനിക്ക് വല്ല ഉദ്ദേശമുണ്ടോ? ഒന്നും പിടിയിട്ടുന്നില്ല. ഇവൻ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത് അല്ലേ? അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഇങ്ങനെ പതപ്പിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിയർ ഒഴിക്കുമ്പോൾ ബിയറിനകത്ത് പ്രധാന കണ്ടന്റ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം ഈ പത എന്ന് പറയുമ്പോൾ ബിയർ ഇങ്ങനെ പതയുമ്പോൾ ഇതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് റിലീസ് ആവുകയാണ് ബിയറിന്റെ ലിക്വിഡ് ഫോമിൽ നിന്നും. മനസ്സിലായി? ലിക്വിഡ് ഫോമിൽ എൻറ്റയർലി അല്ല, ലിക്വിഡിനകത്ത് നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ഫോമായിട്ട് ബിൽഡപ്പ് ആയി വരുന്നത്. അപ്പോൾ പതഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ലിക്വിഡ്
ഈ ബിയർ നമ്മുടെ വയറിനുള്ളിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ വയറിനുള്ളിലുള്ള ആ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. വിച്ച് മീൻസ് നോട്ട് ദ അതർ പ്രോസസ്, ബിയർ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രോസസ് എന്ന് പറയുന്നത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബിയർ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വയറ് നിറയുന്ന പോലെ ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ ബിയർ കഴിക്കുമ്പോൾ ഈ പതഞ്ഞില്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യില്ല എന്നല്ല അതിന്റെ അർത്ഥം. ബട്ട് കമ്പയർ ടു ഈ ഫോം ബിൽഡപ്പ് ഇല്ലാതെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫീലും ഇതുപോലെ പതഞ്ഞ് കഴിക്കുന്നുള്ള ഫീലും രണ്ടും രണ്ടാണ്. അതാണ് അതിന്റെ ശാസ്ത്രം എന്ന് പറയും. എന്റെ കണ്ടുപിടുത്തം അല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പതഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സ് അതാണ്. ബിയറിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആകും. അപ്പോൾ പതയാതെ കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും നിങ്ങൾ കാണുന്നതാണ് ഡ്രങ്കൻജി ഞാനും ഒക്കെ ചെരിച്ചു പിടിച്ച് പത പോലും ശകലം പോലും വരാതെ നമ്മൾ കഴിക്കുന്നത്. പക്ഷെ അങ്ങനെ കുടിക്കുമ്പോൾ കുടിക്കാൻ സുഖമാണ്. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ബിയറിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കൂടെ നേരെ നമ്മുടെ വയറിനകത്ത് ചെന്നിട്ട് അവിടെ വെച്ചത് റിലീസ് ആയി കഴിയുമ്പോഴാണ് വയറ് പെട്ടെന്ന് നമുക്ക് ബും എന്ന് പറഞ്ഞാൽ വീർത്തിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് ട്രബിളും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അതാണ് അതിന്റെ റീസൺ. അല്ലാതെ വലിയ ഗുരുതരമായുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ അല്ല. ജസ്റ്റ് നമ്മുടെ വയർ ഇത്തിരി സ്വെള്ളനായിട്ടിരിക്കും. അതല്ലാതെ മറ്റുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എന്നിരുന്നാലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പതപ്പിച്ച് തന്നെ കുടിക്കുന്നതാണ്. നമ്മൾ സിനിമയിലായാലും വെസ്റ്റേൺ കൺട്രീസിലായാലും എല്ലായിടത്തും വലിയ ഗ്ലാസ്സിനകത്ത് പതഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണും. പതഞ്ഞ് ഒഴുകുന്നതാണ്. ഈവൻ നമ്മുടെ ചാനലിന്റെ ഇൻട്രോ വീഡിയോയിൽ പോലും നമ്മൾ അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിരുന്നു ആദ്യം വെച്ചിരുന്നത്. ബട്ട് ഈവൻ അപ്പോൾ പോലും എനിക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല, ഒരു അറിവില്ല, നമ്മളെക്കുറിച്ച് ബോധർ പോലും ചെയ്തിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ ലൈവിനകത്ത് ഒരു കക്ഷി നമ്മുടെ ചോദിച്ചില്ല, വെസ്റ്റേൺ അങ്ങനെ ചെയ്യും. കഴിഞ്ഞ ലൈവിൽ ഒരു ബ്രോ നമ്മളോട് ചോദിച്ചപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കായിട്ട് തോന്നി. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കൂടെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവർക്കും ആ പോയിന്റ് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റേ വിത്ത് മീ. ഇവിടെ പതയോടെ അടിക്കണോടൂ. ഇത്രയും പത സിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പദം മൂക്ക് മുഴുവനാവും. അപ്പൊ ഡ്രങ്കൻ സ്ട്രോയിറ്റ് അടിക്കേണ്ടി വരും. ആ അത് ശരിയാ. ഞാൻ എവിടെ നമ്മുടെ ഫോർട്ട് വെച്ച് പേപ്പറാണ് എപ്പോഴാണോ സ്ട്രോയിറ്റ് അടിച്ചത് ഞാൻ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ പതയെല്ലാം പോയി, എവിടെയോ പോയി. ഡ്രങ്കന്റെ പത ഇപ്പൊ തീരും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ നൈറ്റ് ഈസ് ഹിയർ and to the info. ഡ്രങ്കന്റെ ക്ലാസ്സിൽ എന്നിട്ടും പത ഞാൻ ഇങ്ങനെ കഴിക്കാറില്ലെന്ന് എനിക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പതങ്ങനെ എനിക്കത് ശരിക്കും വെറുപ്പാണ്. പക്ഷേ ഇപ്പൊ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫീൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് അധികം ഗ്യാസ് ഇല്ല, എനിക്ക് തോന്നിയില്ലേ? ഗ്യാസ് ഇല്ലാതെ സിമ്പിൾ നമ്മളൊരു ലിക്വിഡ് പ്യുവർ ലിക്വിഡ് അല്ല, ഒരു ചെറിയൊരു ഫിസിനസ് ഉണ്ട്, ബിയറിൻ്റെതായിട്ടുള്ള ഒരു ആ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ നോർമലി നമ്മളൊരു ബിയർ ഗ്യാസോടെ കഴിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനൊരു ഗ്ലാസ് ബിയർ ഒറ്റയടിക്ക് അങ്ങനെ കുടിച്ച് തീർക്കാറില്ല. എപ്പോഴും 2-3 തവണ ഗ്യാപ്പിട്ടേ ഞാൻ കുടിക്കാറുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റി. അപ്പോൾ ദ ഫാക്ട് ഈസ് ദാറ്റ് ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം ഒഴിച്ചു വെച്ചപ്പോൾ അതിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് റിലീസായി, ആ ഫോം ആയിട്ട് പോയി വേപ്പറൈസ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റിയത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിൽ ലിക്കർ മേടിച്ചിട്ട് അതിന്റെ സൈഡായിട്ട് ബിയർ മേടിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈം ആവാം നമ്മൾ ബിയറിന്റെ കൂടെ സൈഡായിട്ട് ഏതെങ്കിലും ഒരു ലിക്കർ പർച്ചേസ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളൊന്നും നമുക്ക് ഉണ്ടെന്ന് അറിയാം. ഇവിടെ ഇരിക്കുന്ന മിക്ക ബ്രാൻഡുകൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വിഷ്വലി എൻ്റെ കണ്ണുടക്കിയത് ഒരേ ഒരു സാധനത്തിലാണ്, സീസർ ബ്രാൻഡി. സീസർ ഉണ്ടല്ലോ അല്ലേ? കാരണം സീസർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ബ്രാൻഡ് ഓഫ് ലിക്കറാണ് ബ്രാൻഡി എന്നാണ്. ബ്രാൻഡി ആണെങ്കിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട്, എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി എനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബ്രാൻഡാണ് സീസർ ബ്രാൻഡി എന്ന് പറയുന്നത്. മറ്റെവിടേക്ക് വെച്ച് ട്രൈ ചെയ്തു. പേഴ്സണലി ഞാൻ ആദ്യമായിട്ട് ഒരു ഫുള്ള് മേടിച്ച് ഒറ്റയ്ക്ക് അടിക്കുന്നത് സീസർ ബ്രാൻഡിയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതും നമ്മുടെ സ്വന്തം കൊച്ചിയിൽ വെച്ച്. അപ്പോൾ എന്നിരുന്നാലും ആ സീസറിലേക്ക് തന്നെ നമ്മൾ ഇന്ന് സൈഡായിട്ട് കയറിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ബ്രോ 2 പെഗ് സീസർ. ഡ്രങ്കൻ ചെരിഞ്ഞൊക്കെ നോക്കുന്ന അളവ് കറക്റ്റാണ്, കുഴപ്പമില്ല.
അതാക്കി കൊടുത്ത് അത് ഞാൻ അല്ല അത് കൊട്ടിയതായിരുന്നു ഡയമണ്ട് ഗ്ലാസ് താങ്കൾ സാധാരണ കഴിക്കുന്നതിന് ആത്മാക്കൊക്കെ കൊടുക്കാറുണ്ടല്ലോ. പരിപാടി ആരംഭിക്കാൻ പോകും. അതെ അതാണ് ഞാൻ പറഞ്ഞ പരിപാടിയെ. രംഗം ഭയങ്കര വിശ്വാസിയാണ്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങനെയല്ല. അതെ. ടൈം ഫോർ നമ്മുടെ സൈഡ് ആയിട്ടുള്ള സീസർ ബ്രാൻഡിയെ കുറിച്ചുള്ള ഒന്നും പറയാനില്ല സീസറിനെ കുറിച്ച് ആക്ച്വലി. കാരണം സീസറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾ തന്നിട്ടുണ്ട്. സീസറിന്റെ തന്നെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസറിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലെന്നല്ല, എന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് നമ്മുടെ സീസർ ബ്രാൻഡിയുടെ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നതായിരിക്കും. യു ജസ്റ്റ് വാച്ച് ഇറ്റ് മാൻ. So it's an interesting video and you will get the full information about Caesar Brandy. Okay, so cheers to Caesar and cheers to you. വേണത് ഇറക്കണേ. എന്താ കുലിക്ക് സർവത്ത സീസർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടുന്നുണ്ട്. കപ്പ അല്ലേ? പ്രത്യേക അതുപോലെ തന്നെ മറ്റൊരു ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരാം. മറ്റൊന്നുമല്ല, ഞാനിപ്പോ ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ കാണുന്ന എന്തോ അത് നമ്മൾ നിങ്ങളോട് പറയും. അല്ല അങ്ങനെ ചെയ്യും. അത് ഇവിടേതല്ല, എവിടെ ആയാലും. ഇവിടെ മറ്റൊരു സ്പെഷ്യൽ ഞാൻ നേരിട്ട് കണ്ടല്ല, ഇവിടുത്തെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. നമ്മുടെ ക്യാപ്റ്റൻ നമുക്ക് തന്ന ഒരു ഇൻഫർമേഷനാണ്. മറ്റൊന്നുമല്ല, ഇപ്പൊ കപ്പയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരെ കൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞൊരു ദിവസം ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ട്, ഓർത്തോണം, ക്യാഷ് മേടിച്ചിട്ടല്ല, കോംപ്ലിമെന്ററി ആയിട്ട് കപ്പ ബിരിയാണിയാണ് സെർവ് ചെയ്തത്. മനസ്സിലായോ? ഏത് ബാറില്ല അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അല്ലടോ. കപ്പ കൊടുക്കുന്ന ബാർ പോലും നമ്മൾ കാണാം, ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ കപ്പ ബിരിയാണി, കപ്പയും ചിക്കനും ബീഫും എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കോംപ്ലിമെന്ററി ആയിട്ടൊരു സാധനം കൊടുക്കുന്നത് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം, ഈ ഒരു ദിവസമല്ല മറ്റൊരു ദിവസത്തിൽ ഇവിടെ കൊടുത്തത് ചിക്കൻ്റെ ലിവറാണ്. എവിടെ കൊടുക്കും ഇതൊക്കെ അല്ലേടോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞത് നമ്മൾ ഇവിടെ വരുള്ളായിരുന്നു. ഒരാഴ്ചത്തേക്ക് ഫുള്ള് വ്ളോഗ് ഇവിടെ തന്നെ ആക്കിയാനല്ലേടോ? ഞാനില്ലെങ്കിലും ഡ്രങ്കനെങ്കിലും വന്നേനെ. കോംപ്ലിമെന്ററി ആണെന്ന് ഡ്രങ്കൻ ഓടിപ്പറിച്ച് വരും. പിന്നെ ഒരു ബിയർ മേടിച്ചിരുന്ന, അതെ, ഒരു ബിയർ മേടിച്ചിരുന്ന പിന്നെ ഫുഡ് മേടിക്കണ്ടല്ലോ, ഇവിടുന്ന് കഴിച്ചാൽ മതിയല്ലോ, കോംപ്ലിമെന്ററി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുന്നല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ബാറാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. കാരണം അല്ലാതെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബാറാണെന്ന് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത്രയും ഒരു കസ്റ്റമർ സർവീസ് ചെയ്യുന്ന ഒരു ബാറാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ സിനിമ ഡയലോഗ് പറഞ്ഞു എടുപടി പറയുന്ന പോലെ ആരും പറഞ്ഞില്ലെന്ന് വാരി മുണുങ്ങുവാണ് ഇട്ടോണ്ട്. നമ്മളിവിടെ സാധാരണ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ഥിരം അടിച്ചു. അല്ല, ഇത് വെച്ചാൽ സാധാരണക്കാരന്റെ വിഭവമാണ് കപ്പ, ടപ്പിയൊക്കെ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് ഇത്രയും ഞാൻ പറയുന്നില്ലെന്നും, കാരണം ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ വെറുതെ ഇത് പ്രൊമോഷൻ തള്ളുവാണെന്ന് വിചാരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരുത്തൻ പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ ലൈവിനകത്ത് ഞാൻ പുള്ളിയെ കുറ്റം പറയുന്നതല്ല, പുള്ളി പറയുന്നതാണ് നമ്മുടെ പോലെ ചാനൽ വേറെ ഒന്നും ഉണ്ടാകുന്ന ഞാൻ തോന്നുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പുള്ളി പറയുന്നത് ഇല്ല, വേറെ ചാനൽസ് ഒക്കെ ഉണ്ട്, അങ്ങനെ ഒരു ചാനലുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയോടും പറഞ്ഞതാണ് ചാനലുണ്ട്, പക്ഷേ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തുടങ്ങിയ ഒരു ചാനലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, നമ്മുടെ ചാനൽ എന്താണ് അവരുടെ ചാനൽ എന്താണ്, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ തള്ളന്റെ കാര്യം ഐ ഡോണ്ട് കെയർ. എന്തോടോ താൻ ചോദിച്ചെന്തായാലും നന്നായി. വാ, ഒരു കാര്യം കാണിച്ചു തരാം. വാ ഗായ്സ്, ഇത് കണ്ടോ? നിങ്ങൾ അപ്പുറത്തേക്ക് ബിയറിന്റെ ചിയേഴ്സിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു നിങ്ങൾ ദാ കാണിച്ചു തരാം. അതായത് പലതരത്തിലുള്ള ബിയറുകളുണ്ട്. നമ്മുടെ ഇവിടെ നമുക്ക് ബ്രാൻഡുകൾ മാത്രമേ അറിയത്തുള്ളൂ, പക്ഷേ ബിയറിന്റെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിയേഴ്സ് ഉണ്ടെന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. പെയിൽ ലാഗ്, ഇത് പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ഈവൻ എനിക്കും അത്ര ഇൻഫർമേഷൻസ് ഇല്ല. അപ്പോൾ എന്നിരുന്നാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിയേഴ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പെയിൽ ലാഗർ ബിയർ, ക്ലാസിക് ബ്ലാക്ക്, ക്ലാസിക് ബോക്ക് ബിയർ. നിങ്ങൾ തന്നെ പറയാം, എനിക്കതൊന്നും പ്രൊണൗൺസ് ചെയ്യാൻ എനിക്കിപ്പോൾ തൽക്കാലം സൗകര്യമില്ല. അതെ, ടൈപ്സ് ഓഫ് ബിയർ ആണ് കാണുന്നത്. എന്ന് കരുതി ഇതെല്ലാം ഇവിടെ കിട്ടും എന്നല്ല ഇതിന്റെ അർത്ഥം. നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഇതൊക്കെ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബിയറിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു
ബാറായിട്ടാണ് ഇതിൽ അറിയപ്പെടുന്നത്. ഈവൻ എനിക്കും അതറിയാം. കാരണം ഞാൻ പറഞ്ഞു, ലിക്കറിന് മാത്രമല്ല ബിയറിന് മാത്രമല്ല, ഓവറോൾ ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു എവറി ടൈപ്പ് ഓഫ് ആൽക്കഹോൾസ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടല്ലോ, മറ്റൊരു ബാറിലും ആലപ്പുഴയിൽ ഞാൻ കണ്ടിട്ടില്ല. ഈവൻ കൊച്ചിയിൽ പോലും ഞാൻ ഇങ്ങനൊരു ബോർഡ് ഞാൻ കണ്ടിട്ടില്ല. അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് ആക്ച്വലി. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ കേരളത്തിലായിപ്പോയി നമുക്ക് ഒരേ ഒരു തരത്തിലുള്ള ബിയർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയത്തില്ല. വിറ്റ് ബിയർ ഉണ്ട്, പിന്നെ ബ്രോക്കർ ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ബിയർ ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിക്കേഴ്സ് ഉണ്ടെന്ന് കൂടി ഇവരൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് വളരെയധികം നല്ലൊരു ലാമിനേഷനൊക്കെ കൊടുത്ത് നല്ലൊരു സീക്വൻസിലാണ് കൊടുത്തത്. നാഷണൽ ലിക്കേഴ്സ് അറൗണ്ട് ദ വേൾഡ്. ഷാംപെയിൻ ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നില്ല, നിങ്ങൾ സമയമെടുത്ത് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഷാംപെയിൻ ഫ്രാൻസിൻ്റെയാണ്. കനേഡിയൻ വിസ്കി ഉണ്ട്. പിന്നെ ബോർബോൺ വിസ്കി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിസ്കികളിലൊന്നാണ് ബോർബോൺ വിസ്കി. നമ്മുടെ ജിം ബീമും അതുപോലത്തെയൊക്കെ ഉള്ള ക്ലാസിഫിക്കേഷൻസ് ഉള്ള വിസ്കിയാണ്. പിന്നെ എന്ത് പറഞ്ഞാലും നമ്മുടെ JD വിട്ടുള്ള കളി ഇല്ല കേട്ടോ. മിസ്റ്റർ ഡ്രങ്കൻ ജി ഓർമ്മയുണ്ടോ നമ്മുടെ ഗോവ ട്രിപ്പിലെ JD? ഗോവ ട്രിപ്പ് ഉണ്ടായിരുന്നു. എന്താണ് ആ ബാറിന്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? പഞ്ചാമൃതോ? അല്ല, മറന്നുപോയാ. എനിഹൗ, ബോർബോൺ വിസ്കി ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ ജിന്ന്, നമ്മൾ ബോംബെ സഫയർ മാത്രം നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ വൈറ്റ് റംസും ഉണ്ട്. ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. നെറൈസ് ഫ്ലേവേർഡ് ആപ്രിറ്റ്സ്. ഞാൻ ഒന്നും വായിക്കുന്നില്ല. അത് വേറെ മങ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്ന സാധനമാണ്. നമ്മുടെ ഇപ്പം കാലഘട്ടത്തിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് വല്ലതും ഈ മങ്സുമാർ വാറ്റുന്ന ചാരായം വല്ലതും ആയിരിക്കും മിക്കവാറും. സ്നാപ്സ് ജർമ്മനിയാണ്. മെയ്ഡ് ഗ്രാപ്പ. ഇതൊന്നും നമുക്കറിയില്ല ആക്ച്വലി എന്ത് സാധനം. പിന്നെ ഇത് നമുക്കറിയാം, നമ്മുടെ എപ്പോഴത്തെ ഫേവറേറ്റായ വോഡ്ക, ടെക്കീല നമുക്കറിയാം, പോർട്ട് അറിയാം, ഐറിഷ് വിസ്കി നമുക്കറിയാം, ഷെറി ആയിട്ടുണ്ട്, സ്കോച്ച്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പണ്ട് കാലം മുതലേ സ്കോച്ച് എന്താണെന്ന്. പിന്നെ നമ്മുടെ സാധാരണക്കാരൻ്റെ റം. ഇതൊക്കെയാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ലിക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മൊഹിത്തോസ് ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പലരും പറയും, എവിടെ ചെന്നാലും പറയും മൊജിറ്റോ 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 എന്ന് പറയും. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സ്റ്റുപ്പിഡിറ്റി. മൊജിറ്റോ അല്ല, ദ പ്രൊനൗൺസിയേഷൻ ഈസ് മൊഹിത്തോ. അതാണ് അതിൻ്റെ ടേം. കാരണം എന്നോട് ഒരു പുള്ളിക്കാരൻ, അതായത് ഒരു ഇത്തിരി ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരാണ്, ഇന്റർനാഷണൽ ലെവലുള്ള ഒരു പുള്ളിക്കാരൻ പറഞ്ഞാണ്. അത് പുള്ളിക്കാരൻ നമ്മുടെ കേരളൈറ്റ്സിനെ, മലയാളികളെ തരം താഴ്ത്തി സംസാരിച്ച് പറഞ്ഞു. നമ്മൾ മലയാളികൾ എവിടെ പോലും മൊജിറ്റോ മൊജിറ്റോ എന്ന് പറഞ്ഞു. അത് എനിക്കൊരു ശരിക്കും ഞാനൊരു മലയാളി ആയതുകൊണ്ട് എനിക്കത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എവിടെ പോലും മൊജിറ്റോ എന്ന് പറയരുത്. ഇറ്റ്സ് ആക്ച്വലി മൊഹിത്തോ. അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പം മൊഹിത്തോനെ കുറിച്ച് ഒരു കാര്യം പറയുന്നത്, ക്ലാസിക് മൊഹിത്തോ ഉണ്ടോ? ഇതാണ് ക്ലാസിക് മൊഹിത്തോയുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം അവർ പറയുന്നുണ്ട്. കണ്ടല്ലേ, ഹൗ ടു മേക്ക് എ ക്ലാസിക് മൊഹിത്തോ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഹോം മെയ്ഡായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പാകത്തിലുള്ള എല്ലാ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം അവർ ഗൈഡൻസ് വരെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു ബാർ ആലപ്പുഴ വേറെ ഇല്ല ആക്ച്വലി. ഈവൻ റമദ പോലും ഇല്ല. കാരണം അവിടെ ജസ്റ്റ് നമ്മൾ വെള്ളം അടിക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഷോർട്സിനെ കുറിച്ചുള്ളൊരു മെനു ഉണ്ട് ഇവിടെ. എല്ലാം ഇപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ട് ഇവിടെ അവൈലബിൾ അല്ല, ഇവിടെ ഉള്ള സാധനമാണ്. കാരണം ബിയറിൻ്റെ ടൈപ്സ് ഓഫ് ബിയർ നമ്മൾ പറഞ്ഞു ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഇതൊരു ഗൈഡൻസ് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊഹിത്തോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷോർട്സ് ഇവിടെ മെനു ആയിട്ട് ഇവിടെ കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ താൽക്കാലികം ഇവിടെ എല്ലാം ഒന്നും അവൈലബിൾ അല്ല, ബട്ട് സർട്ടൺ തിങ്സ് ആർ അവൈലബിൾ ആക്ച്വലി. അപ്പോൾ ഞാനൊന്നും വിസ്തരിച്ച് പറയുന്നില്ല, കാരണം ഷോർട്സ് ആണ്, പല കോമ്പിനേഷൻ കോക്ടെയിൽ മോഡലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, സോ പറഞ്ഞതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മിസ്റ്റർ ഡ്രങ്കൻ ജി, ആർ യു റെഡി ഫോർ ദ നെക്സ്റ്റ് സിപ്പ് ഓഫ് ദ നൈറ്റ്? ഓക്കെ. എന്തിനാ ചെയ്തല്ലേ? ഇപ്പൊ താനിപ്പോ ചോദിച്ചതല്ലേ? അത് അടിക്കാന്നാ പറഞ്ഞത്. മിച്ചമുണ്ടല്ലേ? ഓക്കെ. താനാ പതയും കൂടെ കഴിച്ച ഇരിക്കട്ടെന്നാ എവിടെ ഒരു കയ്പ് ഇവിടെ പത ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒറ്റ കമത്തിയാല് സാധനം മാത്രമേ അകത്ത് പോകത്തുള്ളൂ. പത അവശേഷിക്കുന്ന കണ്ടല്ലേ? പക്ഷെ കുടിക്കുമ്പോ ആ ഒരു ഫീൽ കിട്ടാണല്ലേ? ഗ്യാസ് ഇല്ലായിരുന്നല്ലോ. ഗ്യാസ് ഇല്ല. അതെ, അതാണ് പറഞ്ഞത്. കാരണം ഈ ഗ്യാസ് അവിടെ വയറ്റിൽ പോയി കഴിയുമ്പോഴാണ് എന്റെ വേറെ ഉണ്ടോ
ഇപ്പൊ വെള്ളവടി 1 വർഷം 1.5 വർഷമായിട്ട് ഇത്തിരി ചാട്ടമുണ്ട്. അത് നോക്കരുത്. അതെ, അത് നോക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എനിക്കിപ്പോ ഇത്രയും കഴിച്ചിട്ടും എനിക്ക് ആ ഒരു ബും എന്ന് പറഞ്ഞ ഫീല് വന്നിട്ടില്ല. കാരണം മറ്റേ സാധനം എല്ലാം പുറത്തു പോയി, കാർബൺ ഡൈ ഓക്സൈഡ്. അത് സത്യമുള്ള കാര്യമാണ്. പക്ഷെ നമുക്കൊരു ബിയർ കഴിച്ചുള്ള ഫീല് കിട്ടണമെങ്കിൽ പതപ്പിക്കാതെ തന്നെ കഴിക്കണം, അല്ലേടോ? അപ്പോഴേ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ വയറ് വീർത്ത് ഗ്യാസ് കയറി വരുമ്പോഴത്തേക്ക് ബിയർ കുടിച്ചെന്നുള്ളൊരു ഫീല് വരും. അത് നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണോ ഫീൽ കിട്ടുന്നത്. അപ്പൊ അതാണ് എല്ലാവർക്കും ആ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്ന് കരുതി സൈൻ ഓഫ് പറഞ്ഞ് പോകാനൊന്നും പോകുന്നില്ല. സ്റ്റേ ട്യൂൺ ഫോർ മോർ. ഓക്കെ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ അധ്യായം, ഇന്നത്തെ മാത്രം ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാൻ സമയമായി എന്ന് ഞാൻ പറയത്തില്ല. കാരണം നമുക്ക് ഇനി ഒഫീഷ്യലി നമുക്ക് ഫുഡ് കഴിക്കണം. ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ല ആക്ച്വലി. നമ്മുടെ ഏതെങ്കിലും ചെറിയ തട്ടുകട നോക്കി നമ്മൾ ഫുഡ് കഴിക്കും. ഇവിടുത്തെ ഏതെങ്കിലും കാണുന്ന തട്ടുകടയിൽ കയറി നമ്മളങ്ങ് ഫുഡ് കഴിക്കും. ഡ്രങ്കൻജി ചിലപ്പോ എനിക്കറിയാൻ പാടില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും ലാസ്റ്റ് പെഗ് നമ്മുടെ സ്റ്റൈലില്, ഡ്രങ്കന്റെ സ്റ്റൈലായിരിക്കാം. ഞാൻ എന്തായാലും എന്റെ രീതിയിൽ ഞാൻ ഒഴിക്കണം. ആ ഡ്രങ്കൻ ഇന്ന് പതപ്പിക്കട്ടെ. പതയെന്ന് കേട്ടപ്പോ ഡ്രങ്കൻ എന്താ കണ്ട അർമാദിക്കാണ്. പത കൊണ്ട് അർമാദം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഗ്ലാസിന്റെ അകത്ത് പെട്ടെന്ന് വലിയും പത. പെട്ടെന്ന് വലിയും. വേറെ മറ്റേ ആ പിടിയുള്ള ഗ്ലാസ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ തന്നെ ഇരിക്കും കുറെ നേരം. ഇടക്ക് മിച്ചറൊക്കെ എടുത്തിരും. ആരോ പറഞ്ഞ മിച്ചർ ഇട്ടാ പത പോകും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഗായ്സ്, ഈ പതപ്പിച്ച് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബിയറിന്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടൂല, ആ ഒരു ഫീല് കിട്ടൂല. കാരണം നമുക്ക് ബിയർ കഴിക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ കുടിക്കുമ്പോൾ ആ ഒരു കുത്തിയ ഒരു എഫക്റ്റ്, ആ ഒരു ബൂസ് അല്ല എന്താ പറയാ. പക്ഷെ ആ ലയം കിട്ടുമെന്ന് പറഞ്ഞേക്കണം. കാര്യം എന്താ പറയാ, വിചാരിക്കും പത പോകുമ്പോഴത്തേക്ക് മറ്റേ സാധനം പോകുന്ന വിചാരിക്കും. അങ്ങനത്തെ ഡ്രങ്കൻ പറഞ്ഞൊരു പോയിന്റ് ആണ് ആക്ച്വലി. പത പോവുക, ഐ മീൻ പതപ്പിച്ച് കഴിച്ചു എന്ന് വെച്ചോണ്ട് ബിയറിന്റെ ആ ഒരു ഇമ്പാക്ട് പോകും നിങ്ങൾ ചിന്തിക്കേണ്ട. ഐ മീൻ വെള്ളോടെ കിക്ക് പോകും നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷെ കാര്യം ഇത്രയേ ഉള്ളൂ, ബിയർ കഴിക്കുന്നു എന്നൊരു ഫീൽ നിങ്ങൾക്ക് നഷ്ടമാവുക ആക്ച്വലി, അല്ലേടോ? ഗ്യാസ് കിട്ടുന്നില്ല, ഗ്യാസ് കിട്ടത്തില്ല. ആ ഒരു ബിയറിന്റേതായിട്ടുള്ള ആ ഒരു എന്താ പറയാ, ഒരു നെഞ്ചിലും അല്ല വയറെല്ലാം വീർത്ത് നെഞ്ചത്ത് ഒരു ഗ്യാസ് വന്ന്. അല്ല ഗ്യാസിന്റെ അല്ല, അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ കുടിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നഷ്ടമാവും. അത് സത്യസന്ധമായുള്ള കാര്യമാണ്. അയ്യോ, സാധാരണ ഡ്രങ്കൻജിയുടെ ലൈനാണ് ചേസ് വെക്കാതെ അടിക്കുന്നത്. സോ ദ ഫൈനൽ ചിയേഴ്സ് ഓഫ് എ നൈറ്റ് ഈസ് ഹിയർ. ചിയേഴ്സ്. ചിയേഴ്സ് വിത്ത് യു. ഇപ്പൊ നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായി കാണുമല്ലോ, ഞാൻ കുടിച്ചിട്ട് പകുതി ഇത്രയും വെച്ചുള്ളൂ, പുള്ളിക്കാരന്റെ ഗ്ലാസ് ഇത്രയും ഉണ്ടാണ്, എന്നിട്ടും ഫസ്റ്റ് അടിച്ചു. ഇതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ, ആസ്ഥാന കുടികാരൻ. അത്യാവശ്യം മാത്രമേ കഴിക്കൂ. എന്താ അത്യാവശ്യമുള്ളതേ കഴിക്കത്തുള്ളൂ. അത്യാവശ്യമുള്ളതേ കഴിക്കത്തുള്ളൂ, ആവശ്യമുള്ളതെല്ലാം കഴിക്കും. അല്ല, നമുക്ക് മുമ്പേ സഞ്ചരിച്ച മദ്യപാനിയാണ് ഇത് ആക്ച്വലി, അല്ലേ? ഈ ബിയർ വേറെ കാര്യമുണ്ട്, കുറെ നേരം ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കത്തില്ല, കഴിക്കും അല്ലേ? ആ പോകുന്ന. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്ന് കരുതി ഇവിടെ കൺക്ലൂഡ് ചെയ്യാണെന്ന് നിങ്ങൾക്ക് മനസ്സില്ല. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന അതേപോലെ വിശക്കുന്നുണ്ടല്ലേ? ഒരു പെഗ് കൂടി വെച്ചല്ലോ. വേണ്ട, അല്ലെ എനിക്കൊരു പെഗ് കൂടെ അടിച്ചു അടിച്ചു ഒരു പെഗ് കൂടെ ആവാല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു അറിയാം. കമന്റ്സിൽ ഇപ്പൊ നിങ്ങൾ പ്രവാഹമായിരിക്കും ഒരു പെഗിന് വേണ്ടി. സോ മിസ്റ്റർ കിഷോർ ബ്രോ, ഒരു പെഗ് കൂടെ പ്ലീസ്, ഒരു സീസർ ഒരെണ്ണം കൂടെ ഇടാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് തെകത്തി കഴിഞ്ഞ് തെകത്തിയുടെ നേരത്തെ എത്തിയാണ്. ഞാനൊന്ന് വിശ്രമിക്കുകയായിരുന്നു. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. വിശ്രമിക്കുക മറ്റൊരു ടേമും കൂടെ ഉണ്ട്. അതെ മിസ്റ്റർ ഡ്രാഗൻജി, എന്തുവാടോ അത്? അതാണ് എന്തുവാ, ക്യാമറയ്ക്ക് പിന്നിലുള്ള ശബ്ദ സങ്കീർണം നിങ്ങൾ കേട്ടു. സോ എനിക്ക് സീസർ ഒരുപാട് ഇഷ്ടമാണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ആക്ച്വലി. സോ സീസറിനെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ബിക്കോസ് വി ഹാവ് ടു have food actually. So to Caesar.
ടെക്നിക്സ് ഒരുപാട് ഇരിക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ഈസർ ആക്ച്വലി. ഓക്കെ ഗായ്സ്, നമുക്ക് ലേഡീസ് നടത്തുന്ന തട്ടുകടയിലേക്ക് കിടക്കാം. ഫുള്ളാണ്, നമുക്ക് സ്റ്റാൻഡിങ് ആയാലും കുഴപ്പമില്ല. ചേച്ചി കഴിക്കാൻ എന്താ ഉള്ള? ദോശയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. ഓക്കെ, ചേച്ചി തനിക്ക് എന്താ വേണ്ടേ? ഡബിൾ ഓംലേറ്റ് പിന്നെ മതി, അത് മതി. ഡബിൾ ഓംലെറ്റ് മാത്രമോ? മതി. താങ്കൾക്ക് ഓക്കെ ചേച്ചി, 2 പൊറോട്ട, ഒരു ഡബിൾ ഓംലെറ്റ്, പിന്നെ കടലയുണ്ടോ? ഒരു ചിക്കൻ്റെ എന്താ ഉള്ള? ചിക്കൻ കഴിയും. പിന്നെ ബീഫ് എല്ലാം വേറെ എന്താ ഉള്ള? പൊറോട്ട ചമ്മന്തിയും പറ്റില്ലല്ലോ. ദോശ ചമ്മന്തി മതി, ഗ്രേവി ഉണ്ട്. ഓക്കെ, പൊറോട്ടയും ഗ്രേവി എടുത്തു. ഓക്കെ, വലിയൊരു ബ്രാൻഡഡ് റെസ്റ്റോറന്റിന്റെ തൊട്ട് ഇറമ്പത്ത് ഇങ്ങനെ ഒരു ഹോട്ടൽ നടത്തെങ്കിൽ ഈ ചേച്ചിമാർക്ക് ഒരു ചങ്കൂറ്റം ഉണ്ടാവണം അല്ലേ? കാരണം പറ്റുന്ന കൂടല്ല. ഇത് കണ്ടില്ലേ, ഇവിടെ ഏവീസ് എന്ന് പറയുന്നത് നമ്മുടെ പുട്ടുപൊടിയും എല്ലാം ചെയ്യുന്ന അതേ ബ്രാൻഡുകാരുടെ ഒരു വലിയ വലിയ ഹോട്ടലാണ് ഇവിടെ നടത്തുന്നത്. അതിന്റെ തൊട്ട് ഇറമ്പത്താണ് ദാ ഈ ചേച്ചിമാരുടെ ഈ ഒരു റെസ്റ്റോറന്റ്. ഐ മീൻ ഈ ഒരു തട്ടുകട അവർക്ക് അതിൻ്റെതായ ചങ്കുറ്റം ഉണ്ടാവണല്ലോ. അല്ല പക്ഷേ ഡ്രങ്കൻജി അല്ലേ? എന്താണെന്ന് പോലും അറിയത്തില്ല. ഡ്രങ്കൻജി അതേന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഈ കടയുണ്ടായിട്ട് വർഷങ്ങളായി. അതെ, അല്ല ഇവിടെ ഉണ്ടായിട്ട് എത്ര നാളായി? അതിപ്പോ ഞങ്ങള് 3 ആഴ്ചയായുള്ളൂ. 3 ആഴ്ചയോളം. അല്ല, ഇത്ര ഒരു വലിയ ഹോട്ടലിന്റെ മുമ്പ് ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം അങ്ങനെ അത് ചങ്കൂറ്റല്ലേ? ചങ്കുറ്റുണ്ട്. പിന്നെ അല്ലാതെ എന്റെ പേര് നോക്കണ്ട, നമ്മുടെ ചാനലിന്റെ പേര് നോക്കിയാൽ മതി. മദ്യപാനി. അത് തന്നെ. ഒന്നുകൂടെ വേണം. അല്ല, സംഭവം എന്താ വെച്ചാൽ നമ്മുടെ റിവ്യൂ ചാനൽ വണ്ടി കഴിച്ച റിവ്യൂ ചാനൽ മദ്യപാനി ചാനലിന്റെ പേര്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ബ്ലോഗ് കൂടെ ചെയ്യുന്നു. അത്രയോ നിങ്ങളൊക്കെ എല്ലാവരും പിന്നെ നമുക്കറിയാം. അറിയാൻ പാടില്ല. അപ്പൊ ഗായ്സ്, ഇത് നമ്മളെല്ലാം നമ്മുടെ ബ്രോസ് ആണ്. ആക്ച്വലി നമ്മുടെ ഫീൽഡിൽ നെഗളിച്ചിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്താ നിങ്ങൾക്ക് എല്ലാം ഫിനിഷ് ആയോ? കഴിഞ്ഞല്ലേ? പുള്ളി മാത്രം സ്ലോ ആണ്. എന്ത് പറ്റി? അതെ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താണ്? ഞങ്ങളുടെ പഞ്ചായത്ത് ആ, ഇവിടെ ഇതെങ്ങനെ 5 ഓണിങ് സിറ്റിയുണ്ട്. എന്റെ പേര് മദ്യപാനി മാത്രം എല്ലാം ചെയ്തു. നാളെ രാത്രി 8 മണിക്ക് നോട്ടിഫിക്കേഷൻ തൊഴിലല്ലേ? അയ്യോ, നമുക്ക് വേണ്ടിയാണോ അതോ? ആ, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ സാധനം എന്താ ചേച്ചി? നമ്മൾ അതിന് മുമ്പ് പറഞ്ഞല്ലേ അതുവരെയൊക്കെ ഷൂട്ട് ചെയ്ത് നടക്കപ്പെട്ട എന്ത് ചെയ്യാനതേ.
അപ്പൊ നമ്മുടെ ചേച്ചി നമുക്ക് വേണ്ടി ദോശ എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ്. ചേച്ചി, എന്തോ ചേച്ചിന്റെ പേരെന്താ? എന്റെ പേര് ആശ. ആശ, ഇവിടെ തന്നെ ഉള്ളോ? ആ, ഇവിടെ തന്നെ. ഓക്കെ. നല്ല തിരക്കല്ലേ? നല്ല തിരക്കാണ്. തിരക്കാവുമല്ലോ, ചേച്ചിമാര് കടന്ന അടയിൽ തിരക്കില്ല എന്തല്ലേ? അതെ അതെ. നിങ്ങളെല്ലാരും എങ്ങനെയാ പരിചയം? ഞങ്ങള് നാത്തൂന്മാരാണ്. എല്ലാ ഫാമിലിയാണ്? ആ, എന്റെ ഹസ്ബൻഡ് പെങ്ങന്മാർ അവരുണ്ട്. അതെ. അല്ല, ഒരു പ്ലേറ്റ് ദോശ മതി ചേച്ചി? ആണോ? ആ, കുഴപ്പമില്ല. ഒരാൾക്ക് ഡബിൾ ഓംലെറ്റ് മാത്രം. ആ, കുഴപ്പമില്ല. അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ. 2 ദിവസം അത് കൊടുക്കാം. പിന്നെ അതിന് ചമ്മന്തി ഒഴിച്ചു. സോ ഗായ്സ്, ഇത്തിരി താമസിച്ചെങ്കിലും നമ്മുടെ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടിരിക്കണം. അപ്പൊ ഇതാണ് പ്രശ്നം. ആക്ച്വലി നമുക്ക് ചൂടുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിനിടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഡ്രങ്കൻ ടീയുടെ ഓംലെറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡ്രങ്കൻ ചിരിയായിട്ട് അപ്പോഴും താമസിക്കൂടാ, അവിടെ വേറെ ഒക്കെ എടുക്കുന്നത്. നീ കഴിച്ചോ? അവിടെ ബീഫൊക്കെ എടുക്കുന്നത്. അതെ. ആ, ഓക്കെ. നീ കഴിച്ചോ? ഇതെടുത്ത് തീർത്ത്. അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നീ കഴിയടാ, എന്തു കിടക്കും? അതിലൊന്നും കാര്യമില്ല. ദോശ എടുക്കാൻ ലൈറ്റാണ്. അതെ, ഡ്രങ്കൻ പറയുന്ന പോലെ ചൂടൊന്നും ഒരു ഫാക്ടർ അല്ല. ആക്ച്വലി വിശപ്പ്, അതാണ് എല്ലാം. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. ഞാൻ ഒറ്റ വാക്കി പറയാം, നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ഫീലാണ് എൻ്റെ അമ്മയും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന അതേ ഫീലാണ് എനിക്ക് കിട്ടിയത്. ആക്ച്വലി നമ്മൾ ഈ ലേഡീസ് നടത്തുന്ന ഹോട്ടലായാലും എന്തായാലും അവിടെയൊക്കെ നമുക്ക് ഈ ഫീല് കിട്ടും, നമ്മുടെ വീട്ടിലെ അതേ ഫീൽ. ചിക്കൻ തീർന്നു. ആ, ഇനി നമുക്ക് ഇവരുടെ മുളക് ട്രൈ ചെയ്യാം. ഇത് 2 ബീഫ് ഫ്രൈ ഉണ്ട്. എല്ലാം ബാലൻസ് ആണ്. നോക്കിയൊക്കെ ചോറിനുണ്ട്. ഒന്ന് എരിവ് കൂടുതലില്ല, ചെറിയൊരു ഒരു സ്വീറ്റ്നെസ് ഫീൽ ചെയ്യാം. ഇന്നലെ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇന്നലെ അവിടെ 2 എണ്ണം ചോദിച്ചാലും ഈ തട്ടി കിടന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഒന്ന് വേറെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡ്രങ്കൻ ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു ബ്രാൻഡുമായി എപ്പോഴത്തെയും പോലെ തന്നെ മദ്യപാനി ആൻഡ് ഡ്രാഗൺ ജി വിൽ ബി ജോയിനിങ് യു വെരി ഷോർട്ട്ലി. അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് യു ഓൾ ഗൈസ്.